السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 നമ്മളുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങളാണ് എന്നാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിവസങ്ങളുടെയൊക്കെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലുന്നത് പ്രധാനപ്പെട്ട ദിക്റുകളും ഈ ദിവസങ്ങളിൽ ചൊല്ലേണ്ട മഹത്തായ ദിക്റുകളും സൂറത്തുൽ ഫജ്റുമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുള്ളവരുണ്ട്. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം റാഹത്തിലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെട്ടവരുണ്ട്. അള്ളാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും നിർവഹിക്കാൻ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ദുആകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും ഭാവിയിൽ ഒരുപാട് തവണ അവിടെയൊക്കെ പോയി സിയാറത്ത് ചെയ്യാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇജാബത്തുള്ള മജ്ലിസാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞിരുന്ന് ചൊല്ലുക, അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇലാ ഹളറത്തി സയ്യിദിനാ വ നബിയിനാ മുഹമ്മദ് صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ഓതുകയാണ്. പൈശാചികമായ മുഴുവൻ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ലഭിക്കാൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇൻഷാ അല്ലാഹ് ആദ്യമായി നമ്മൾ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണ്. ഈ മാസം ദുൽഹജ്ജ് മാസത്തിൽ അല്ലാഹു തആല ഒരുപാട് ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന മാസമാണ്. പ്രത്യേകിച്ച് ഈ 10 ദിവസങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങൾക്കും മാപ്പ് ചെയ്യണേ അല്ലാഹ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഒരു 33 തവണ ഇസ്തിഗ്ഫാർ ചെല്ല. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. 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 أستغفر الله العظيم.
أستغفر الله العظيم 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്. ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ റഹ്മാനെ. രോഗികൾക്ക് ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ റഹ്മാനെ. ഇനി നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ചൊല്ലിക്കോ ഒരു 33 തവണ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi 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 സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 2 തസ്ബീഹുകളാണ് ഞങ്ങൾ ചൊല്ലിയത്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്ബീഹാണ്. അല്ലാഹുവേ, വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങളെയും നീ അതിഥികളാക്കി മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി ക്ഷണിക്കണേ അല്ലാഹ്. ഞങ്ങളെ വിളിക്കണേ റഹ്മാനെ. അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ
അല്ലാ. വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. തടസ്സങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. ഇനി നമ്മൾ ചൊല്ലുന്നത് മഹത്തായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട മഹാന്മാർ നിർദ്ദേശിച്ച പ്രത്യേകമായ ദിക്റാണ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ദിക്റാണ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക, സാവധാനം ചൊല്ലുക. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. 10 തവണയാണ് ചൊല്ലേണ്ടത്. എല്ലാവരും ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു അദദദ്ദുഹൂർ, لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون،
لا إله إلا الله من يومنا هذا إلى يوم ينفخ في السور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في السور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في السور അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. നീ മാപ്പാക്കണേ അല്ലാഹ്. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നമുക്ക് നൽകണേ അല്ലാഹ്. ഇനി നമ്മൾ സൂറത്തുൽ ഫജ്റാണ് ഓതുന്നത്. ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ എല്ലാ ദിവസവും ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞ സൂറത്തുൽ ഫജ്റാണ് ഓതുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ എല്ലാവരും ഒരുമിച്ച് തെറ്റില്ലാതെ ഒരുമിച്ച് ഓതാൻ ശ്രദ്ധിക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ റഹ്മാനേ. بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഈ സൂറത്തുൽ ഫജ്ർ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദുൽഹജ്ജ് മാസത്തിന്റെ എല്ലാവിധ ശ്രേഷ്ഠതകളും ലഭിക്കുന്ന
മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്, നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ പ്രത്യേകം ചൊല്ലേണ്ട മഹത്തായ ദിക്റുകളാണ്. വലിയ പ്രതിഫലമാണ്. അല്ലാഹുവേ ഈ ദിക്റുകളൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി ആഖിറത്തിൽ വലിയ പദവികൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. ഒന്നാമത്തെ ദിക്ർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രണ്ടാമത്തെ ദിക്ർ ചൊല്ലിക്കോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദൻ ലം യത്തഖിദ് സാഹിബതൻ വലാ വലദാ. അടുത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഹദുൻ സ്വമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് സംഭാവനകൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്. ചെറിയത് 10 രൂപ മുതൽ 1000ഉം 1500 ഒക്കെ നൽകിയവരുണ്ട്. ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് നൽകിയവരുണ്ട്. അല്ലാഹുവേ എല്ലാവരിൽ നിന്നും നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മുതഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഐശ്വര്യം നൽകണേ അല്ലാഹ്, സമ്പത്തിൽ അവർക്ക് ബറക്കത്തും വർധനവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്കൊക്കെ വലിയ ഖൈർ നൽകണേ അല്ലാഹ്, കടങ്ങളുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്, കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രയാസമാണ്, എന്നും കലഹങ്ങളാണ് എന്ന് പറഞ്ഞ് 2-3 ഉമ്മമാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതം സ്നേഹത്തിലും ഐക്യത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. എന്ത് സ്വരച്ചേർച്ചയാണോ അതൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട്, അല്ലാഹുവേ മക്കളെ കൊടുക്കണേ അല്ലാഹ്, മക്കളെ കൊടുക്കണേ അല്ലാഹ്. നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പരീക്ഷകളിൽ ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാഹ്. ഗ്രാഹ്യശക്തി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്, നീ ഹാസിലാക്കി കൊടുക്കണം തരണേ റഹ്മാനെ. നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഒരുപാടുണ്ട് റഹ്മാനെ, അതൊക്കെ നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. ടെൻഷൻ നീക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാവിധ ഖൈറിൻ്റെ കവാടങ്ങളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കണ്ണേറുകാരുടെ കണ്ണേറിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഗീബത്ത് നമീമത്തുകളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരണേ അല്ലാഹ്. ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരോടൊന്നിച്ച് മുത്തുനബി തങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആഇന്റെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.